അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസീദത്തുൽ ബുർദയുടെ ആശയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബുർദയുടെ ആദ്യത്തെ ഫസ്ല് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല്, പതിമൂന്നാമത്തെ വരി. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മത്തഅലത് മിൻ ജഹ്ലിഹാ ബിനദീരി ശൈബി വൽ ഹറമി. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ, നിരന്തരം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നതായ അമ്മാറത്താകുന്ന എൻ്റെ നഫ്സ്, മത്തഅലത്, അത് ഉപദേശം സ്വീകരിച്ചില്ല. ആരുടെ ഉപദേശം സ്വീകരിച്ചില്ല? ബിനദീരി ശൈബി വൽ ഹറമി. ഷൈബ് എന്ന് പറയുന്നത് നരയാകുന്ന മുന്നറിയിപ്പുകാരന്റെ ഉപദേശം സ്വീകരിച്ചില്ല. അതുപോലെ വൽ ഹറമി, വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരന്റെ ഉപദേശവും സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? മിൻ ജഹ്ലിഹാ ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മത്തഅലത് മിൻ ജഹ്ലിഹാ, ആ പരലോകം ഉണ്ട് എന്ന അറിവില്ലായ്മ, ആ അറിവില്ലായ്മ കാരണമാണ് നരയാകുന്ന വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരന്റെ ഉപദേശത്തെ ആര് സ്വീകരിക്കാത്തത്? അമ്മാറത്തും ബിസ്സൂ, നിരന്തരം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നതായ എൻ്റെ ശരീരം സ്വീകരിക്കാതിരുന്നത്. എന്നിട്ടാണോ നീ എന്നോട്, എൻ്റെ മെഹബൂബിനോട്, ഞാൻ എനിക്കുള്ള പ്രണയം, എൻ്റെ മെഹബൂബിനോട്, എൻ്റെ പ്രേമഭാജനത്തോട് എനിക്കുള്ള പ്രണയം, ആ പ്രണയത്തെ നീ ഉപേക്ഷിക്കൂ, നിർത്താനായില്ലേ എന്നൊക്കെ നീ ചോദിക്കുന്നത്? നിരന്തരം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നതായ അമ്മാറത്തും ബിസ്സൂ, അമ്മാറത്താകുന്ന എൻ്റെ ശരീരം നിരന്തരം എന്നെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. ആ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നതായ ശരീരം ആരുടെ മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല? ആരുടെ ഉപദേശം സ്വീകരിച്ചില്ല? നരയുടെയും വാർദ്ധക്യത്തിന്റെയും ഉപദേശം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടാണോ നിന്റെ ഉപദേശം സ്വീകരിക്കാൻ വരുന്നത്? നിന്റെ ഉപദേശം എന്താണ്? നിന്റെ പ്രേമവാചനം. ആ പ്രേമവാചനത്തെ ഓർത്തുകൊണ്ട് നീ എന്തിനാണ് നിന്റെ ശരീരം ഇത്രത്തോളം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത്? ശരീരം വല്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട്, ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ ആ പ്രേമവാചനത്തെ ഓർത്തുകൊണ്ട് പഴയകാല യൗവന കാലഘട്ടത്തിലുള്ള ആ സ്വഭാവമൊന്നും നിനക്ക് മാറ്റാനായില്ലേ എന്നുള്ള നിന്റെ ഉപദേശം ഞാൻ സ്വീകരിക്കുമോ? കാരണം നരയാകുന്ന വാർദ്ധക്യമാകുന്ന മുന്നറിയിപ്പുകാരന്റെ ഉപദേശം പോലും എൻ്റെ ശരീരം, അമ്മാറത്താകുന്ന എൻ്റെ ശരീരം അതിൻ്റെ അറിവില്ലായ്മ കാരണം സ്വീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വരി 14, വലാ അഅദ്ദത്, അമ്മാറത്താകുന്ന നഫ്സ് തയ്യാറാക്കിയിട്ടില്ല മിനൽ ഫിഅലിൽ ജമീലി, നല്ല സൽക്കർമ്മങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. ഖിറാ വൈഫി, അതിഥിയെ സൽക്കരിക്കാനുള്ള സൽക്കർമ്മങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടില്ല. സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഖിറാ വൈഫിൻ, അതിഥിയെ സ്വീകരിക്കാൻ ഉതകുന്ന സൽക്കർമ്മങ്ങളൊന്നും അമ്മാറത്താകുന്ന നഫ്സ് ഒരുക്കി വെച്ചിട്ടില്ല. എങ്ങനത്തെ അതിഥിയാണ്? അലമ്മ ബിറഅസി, എൻ്റെ തലയിൽ ഇറങ്ങിയ അതിഥി, വൈറ മുഹ്തശിനി, യാതൊരു നാണവും കൂടാതെ ഇറങ്ങിയതായ എൻ്റെ തലയിൽ ഇറങ്ങിയതായ അതിഥി, യാതൊരു നാണവും കൂടാതെ എൻ്റെ തലയിൽ ഇറങ്ങിയതായ അതിഥി എന്ന് പറഞ്ഞത് കൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് നരയാണ്. നര വരുന്ന സമയത്ത് സാധാരണ ഒരു അതിഥി ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ അതിഥി അവിടെ കുറെ നേരം നിന്നുകൊണ്ട് ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. എന്നാൽ വൈറ മുഹ്തശിനി, യാതൊരു നാണവും മാനവും ഇല്ലാത്ത അതിഥി എന്ന് പറഞ്ഞത് കൊണ്ട് കവി ഇവിടെ ഉദ്ദേശിച്ചത് നരയാകുന്ന അതിഥി വന്നു കഴിഞ്ഞാൽ, ആ നര നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നര പിന്നെ അവസാനിക്കൂല. ആ നര ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നീട് ആ നര പോവുകയില്ല. പിന്നീട് ആ ശരീരത്തെയും കൊണ്ടുപോവുകയാണ് ആ നര ചെയ്യുന്നത്, അല്ലാതെ നര അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ യാതൊരു നാണവും മാനവുമില്ലാതെ വന്നതായ അതിഥി, അതായത് നര, ആ നരയെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സുഹൃതങ്ങളും അമ്മാറത്താകുന്ന ശരീരം എന്താക്കിയിട്ടില്ല, നഫ്സ് എന്താക്കിയിട്ടില്ല, ഒരുക്കി വെച്ചിട്ടില്ല. പെട്ടെന്ന് അതിഥി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട
വിഭവങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കാറില്ല. പെട്ടെന്ന് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ സാധിക്കാറില്ല. അഥവാ ഒരുക്കിയാൽ തന്നെ അതിൽ ഒരുപാട് കുറവുകൾ, നമ്മൾ ഒരുക്കുന്ന വിഭവത്തിൽ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മാറത്താകുന്ന നഫ്സ്, ആ നഫ്സ് നരയാകുന്ന അതിഥിയെ സ്വീകരിക്കാൻ മാത്രമുള്ള നല്ല വിഭവങ്ങൾ ഒരുക്കിയിട്ടില്ല. അമ്മാറത്താകുന്ന നഫ്സ് അതിൻ്റെ അറിവില്ലായ്മ കാരണം ആ ഉപദേശത്തെ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ അമ്മാറത്താകുന്ന നഫ്സ് ആ നരയ്ക്ക് വേണ്ടി, ആ നരയാകുന്ന അതിഥിക്ക് വേണ്ടിയുള്ള സദ്യകളൊന്നും ഒരുക്കിയിട്ടില്ല. എന്താണ് സദ്യ? നമ്മളുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ അവർക്ക് വേണ്ട സദ്യ നാം ഒരുക്കി വെക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന സദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ കഴിയും. എന്നാൽ അത് വാർദ്ധക്യ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്, ആരോഗ്യ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ അയാൾ മരണത്തോട് മല്ലിടുമ്പോഴും അയാൾക്കൊരു സമാധാനം ഉണ്ടാകും. ഞാൻ എൻ്റെ ആരോഗ്യ കാലഘട്ടത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ നരയാകുന്ന അതിഥി വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ സദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആകുന്ന അതിഥി വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ, ഒരുപാട് അമാലുകൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അമ്മാറത്താകുന്ന നഫ്സ് നിരന്തരം തെറ്റിലേക്ക് പ്രേരിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ ഉപദേശം, എൻ്റെ പ്രേമഭാചനത്തോട് എനിക്കുള്ള പ്രണയം, ആ പ്രണയത്തെ നീ എന്തുകൊണ്ട്, ആ പ്രണയം ബാധിച്ചുകൊണ്ട് നീ ശരീരത്തെ നീ നശിപ്പിക്കുന്നു എന്നുള്ള നിന്റെ ഉപദേശം, അത് നിർത്താനായില്ലേ? ആ പ്രണയം അവസാനിപ്പിക്കാനായില്ലേ എന്നുള്ള നിന്റെ ഉപദേശം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ബുർദയിലെ 15-ാമത്തെ വരി. അങ്ങനെ നരയാകുന്ന അതിഥി, ലൗകുന്തു അഅലമു, 15-ാം വരി, ലൗകുന്തു അഅലമു, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അന്നീ, തീർച്ചയായും ഞാൻ, മാ ഉവക്കിറുഹു, ആ നരയാകുന്ന അതിഥിയെ ഞാൻ ബഹുമാനിക്കില്ല, മാ ഉവക്കിറുഹു, സൽക്കരിക്കില്ല, നരയാകുന്ന അതിഥിക്ക് വേണ്ട സ്വീകരണം ഞാൻ ഒരുക്കില്ല എന്ന് എനിക്ക് ആദ്യമേ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗകുന്തു അഅലമു അന്നീ മാ ഉവക്കിറുഹു, നരയാകുന്ന അതിഥിക്ക് വേണ്ട സ്വീകരണം, സൽക്കാരം, അത് ഞാൻ ഒരുക്കില്ല, അവരെ ബഹുമാനിക്കില്ല എന്ന് എനിക്ക് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, കതംതു, ഞാൻ മറച്ചു വെക്കുമായിരുന്നു, സിർറൻ, ആ നരയാകുന്ന രഹസ്യമായി വരുന്ന നര. സിർറൻ എന്ന് പറയാൻ കാരണം നരയെ മറച്ചു വെക്കും. കതംതു, ഞാൻ മറച്ചു വെക്കുമായിരുന്നു, സിർറൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നര എന്നാണ്. വരുന്ന സമയത്ത് നര, ആദ്യ കാലഘട്ടത്തിൽ നര വരുന്നത് സ്വന്തമായി കാണാൻ കഴിയുകയും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും നര വരുന്നത്. അതായത് ആദ്യം ഒരു മുടിയിൽ നര വരുന്നു, പിന്നീട് അത് 2 മുടിയാകുന്നു. അങ്ങനെയാണ് നര, ആദ്യ കാലഘട്ടത്തിലുള്ള നര. അതാണ് ഉദ്ദേശിക്കുന്നത്, സിർറൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ളത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ നരയെ കതംതു, ഞാൻ മറച്ചു വെക്കുമായിരുന്നു, സിർറൻ ബദാലി, എനിക്ക് വെളിവായ ആദ്യ കാലഘട്ടത്തിലെ നരയെ ഞാൻ മറച്ചു വെക്കുമായിരുന്നു. എങ്ങനെ മറച്ചു വെക്കുമായിരുന്നു? ബിൽ കതമി. കതം എന്ന് പറയുന്നത് ചായപ്പുല്ല് എന്ന് പറയും. ചായപ്പുല്ല്, അതായത് സമാനമായ ഒരു ഇല, മൈലാഞ്ചിയോട് സമാനമായ ഒരു ഇലയാണ് കതം. ആ ചായപ്പുല്ല്, ആ ഇല കൊണ്ട് ഞാച്ചിട്ട് എന്താക്കുമായിരുന്നു? ആ നരയെ മൂടി വെക്കുമായിരുന്നു. അതായത് അപ്പോൾ നരയെ ബഹുമാനിക്കൽ മുമ്പേ ഒരുക്കിയ സദ്യ കൊണ്ടും തുടർന്നുള്ള ഉപദേശ സ്വീകരണവും വഴിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന സമയത്ത് നമ്മൾ മുമ്പേ ഒരുക്കിയ സദ്യ കൊണ്ടും ആ സദ്യ കഴിപ്പിച്ചതിന് ശേഷം അവരോട് നല്ല രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാണ് അവരെ നമ്മൾ പറഞ്ഞയക്കാറുള്ളത്, അവരെ യാത്ര അയക്കാറുള്ളത്. ഈ രണ്ടു മാർഗം ഉപയോഗിച്ചുകൊണ്ടും നരയെ ഞാൻ ആദരിക്കാതെ ബഹുജനങ്ങൾക്കിടയിൽ ഞാൻ വിരസിയാൽ ഞാനൊരു പരസ്യ തെമ്മാടിയായി മാറും. ആ തെമ്മാടിയായി മാറുക എന്നുള്ളത്, അതിഥിയെ
കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു കുറ്റമാണല്ലോ. ആ കുറ്റം ജനങ്ങൾക്ക് മുന്നിൽ പ്രകടമാവാതിരിക്കാൻ എനിക്ക് വന്ന നിരയെ എനിക്ക് വന്ന ആദ്യ കാലഘട്ടത്തിലെ നിരയെ കത്തം എന്ന് പറയുന്ന ഇല മൈലാഞ്ചിയോട് സമാനമായ ഇലയാണ്. ആ ഇല കൊണ്ട് ഞാൻ ചുവപ്പിച്ചിട്ട് എന്താക്കുമായിരുന്നു? ഞാൻ ആ നിരയെ മറച്ചു വെക്കുമായിരുന്നു. അതുപോലും ഞാൻ ചെയ്തില്ലല്ലോ. അതും എൻ്റെ ഒരു കുറ്റമാണ്. അതുപോലും ഞാൻ ചെയ്തില്ലല്ലോ. ജനങ്ങളുടെ മുൻഹാനായ ബൂസീരി ഇമാം വലിയ തോന്നിവാസിയായിരുന്നു എന്ന് ഈ വരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അത് അവിടുത്തെ താഴ്മയാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇമാം ചെറുപ്പപ്രായത്തിലും യൗവനത്തിലും അവിടുന്ന് നല്ല സൂക്ഷ്മതയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇത് ലോകത്ത് ഇനി വരാനുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വരിയിൽ നരയെക്കുറിച്ച് പറയുന്നത്. കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരുപാട് അഅ്മാലുകൾ നമ്മൾ ചെയ്യണമെന്നാണ് നാം ഈ വരിയിലൂടെ മനസ്സിലാക്കേണ്ടത്. 16-ാമത്തെ വരി, സ്വശരീരം നരയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ, സ്വന്തം ശരീരം നരയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ തോന്നിവാസം കാട്ടി അലയുമ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ ആരാണുള്ളത് എന്ന ഒരു ചോദ്യമാണ് അടുത്ത വരിയിലൂടെ മഹാനായ കവി ബൂസീരി ഇമാം ചോദിക്കുന്നത്. എനിക്കാരുണ്ട് ബിറദ്ദി മടക്കി കൊണ്ടുവരാൻ ജിമാഹിൻ മോട്ടുകാട്ടലിനെ. കുതിരയുടെ ഒരു സ്വഭാവത്തിന് പറയുന്നതാണ് മോട്ടുകാട്ടുക എന്നുള്ളത്. അതായത് കുതിരയുടെ അനുസരണയില്ലായ്മ. ആ കുതിരയുടെ അനുസരണയില്ലായ്മ എന്ന് പറയുന്ന സ്വഭാവം. മിൻ വവായത്തിഹ മൻലി എനിക്കാരുണ്ട് ബിറദ്ദി മടക്കി കൊണ്ടുവരാൻ ആരുണ്ട്, തിരിച്ചു കൊണ്ടുവരാൻ ആരുണ്ട്. എന്തിനെ തിരിച്ചു കൊണ്ടുവരാൻ? ജിമാഹിൻ മിൻ വവായത്തിഹ ദുർനടപ്പിന്റെ മോട്ടുകാട്ടലിനെ. തെറ്റായ പാതയിലൂടെ ജീവിക്കുന്നതിൽ ദുർനടപ്പ് എന്ന് പറയാം. ദുർനടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റായ പാതയിൽ ജീവിക്കാം. ദുർനടപ്പിന്റെ മോട്ടുകാട്ടലിൽ നിന്ന്, അല്ലെങ്കിൽ ദുർനടപ്പിന്റെ അനുസരണയില്ലായ്മയിൽ നിന്ന് മിൻ ഒവായത്തിഹ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അമ്മാറത്താകുന്ന എൻ്റെ നെഫ്സിന്റെ അനുസരണയില്ലായ്മയിൽ നിന്ന്, അമ്മാറത്താകുന്ന എൻ്റെ നെഫ്സിന്റെ മിൻ ഒവായത്തിഹ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അമ്മാറത്താകുന്ന എൻ്റെ നെഫ്സിന്റെ ദുർനടപ്പിന്റെ അനുസരണ ഇല്ലായ്മയെ മാറ്റിക്കൊണ്ട് അനുസരണ ഉള്ള ഒരവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ ആരുണ്ട്? മല്ലി എനിക്കാരുണ്ട്. ഏതുപോലെ? കമാ യുറദ്ദു തിരിച്ചു നടത്തുന്നത് പോലെ, തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ. ജിമാഹുൻ അനുസരണയില്ലായ്മയെ, ജിമാഹുൽ ഖൈലി കുതിരയുടെ അനുസരണയില്ലായ്മയെ മാറ്റിക്കൊണ്ട്, ആ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് അനുസരിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറ്റുന്നത് പോലെ. എന്തുകൊണ്ട് മാറ്റുക? ബില്ലുജുമി കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട്. കുതിര അനുസരിക്കാതിരിക്കുന്ന സമയത്ത്, അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് ആ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് ആ അനുസരണയില്ലായ്മ എന്ന് പറയുന്ന മോശമായ സ്വഭാവത്തെ ഇല്ലാതാക്കി അനുസരണയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എൻ്റെ അമ്മാറത്താകുന്ന നഫ്സിന്റെ ദുർനടപ്പിൽ നിന്ന് എൻ്റെ അനുസരണയില്ലായ്മയെ, അമ്മാറത്താകുന്ന നഫ്സിന്റെ ദുർനടപ്പിൽ ഉള്ള അനുസരണയില്ലായ്മയെ മാറ്റിക്കൊണ്ട് അനുസരണ ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആരുണ്ട്? ഇത് നാം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു മുറബി വേണം. നമ്മെ എപ്പോഴും സംസ്കരിക്കുന്നതായ ഒരു മുറബിയായ ഷേഖ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും വേണം. അതാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെയും ചോദിക്കുന്നത്. വരി 17, ഫലാ തറും ബിൽ മആസി കസ്റ ശഹവതിഹ ഇന്ന തആമ യുഖവി ശഹവതൻ നഹിമി. ഫലാ തറും നീ കരുതണ്ട, ബിൽ മആസി തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട്, കസ്റ ശഹവതിഹ നിന്റെ വികാരത്തെ ശമിപ്പിച്ചു കളയാം, നിന്റെ വികാരത്തെ നശിപ്പിച്ചു കളയാം, പൊട്ടിച്ചു കളയാം എന്ന് നീ കരുതണ്ട. കാരണം ആ കരുതൽ ഇന്ന ത്വആമ തീർച്ചയായും ഭക്ഷണം
കൂടുതൽ കൊടുക്കുക എന്നുള്ളത്, ഭക്ഷണം കൊടുക്കുന്നതിലെ ഉദാര മനസ്കത എന്നുള്ളത്, ഭക്ഷണം വീണ്ടും വീണ്ടും കൊടുക്കുക എന്നുള്ളത്, ആർക്ക് കൊടുക്കല്? ഒരു തീറ്റക്കൊതിയന് കൊടുക്കുക എന്നുള്ളത് യുക്കവ്വി, ആ തീറ്റക്കൊതിയനെ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. എന്ത് വർദ്ധിപ്പിക്കും? ഷഹ്വത്തൻ, എന്തിനെ വർദ്ധിപ്പിക്കും? കൊതിയെ വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇന്ന ത്വാമ, തീർച്ചയായും ഭക്ഷണത്തിലെ ഉദാര മനസ്കത എന്നുള്ളത് യുക്കവ്വി, അത് വർദ്ധിപ്പിക്കും. ഷഹ്വത്തൻ നഹ്മി, തീറ്റക്കൊതിയന്റെ കൊതി വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുപോലെ ഒരു തെറ്റുകുറ്റം ചെയ്ത് നീ കരുതും, ഒന്നുകൂടി ചെയ്യാലോ, പാപക്കൊതി തീരുകയില്ല. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് വികാരത്തെ അടക്കി നിർത്താം, പൊട്ടിച്ചു കളയാം എന്ന് നീ കരുതണ്ട. നിനക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നുകൊണ്ടേയിരിക്കും.